ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ജാനു ശീർഷാസനത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന ഒരു ഫോർവേഡ് ബെൻഡിങ് പഠിക്കാം. നമുക്കറിയാം ജാനു ശീർഷാസനത്തിൻ്റെ ഒരു മോഡിഫിക്കേഷനും അതിനു മുമ്പ് ജാനു ശീർഷാസനം എങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്നും നമ്മൾ മുൻ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ ജാനു ശീർഷാസനത്തിൽ ഇരുന്നു കൊണ്ട് നന്നായി ഫോർവേഡ് ബെൻഡിങ് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു യോഗാസനം നമുക്ക് പരിചയപ്പെടാം. പക്ഷേ ഈ ഒരു നല്ല രീതിയിൽ ഫോർവേഡ് ബെൻഡിങ് വരുന്നത് കാരണം ലോ ബാക്ക് ഏക്ക് ഉള്ളവർ, അതായത് നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അതേസമയം നമ്മൾ മുൻ എപ്പിസോഡുകളിൽ കാണിച്ചിരിക്കുന്ന ബാക്ക് പെയിനെ കുറയ്ക്കുന്ന ഒരുപാട് യോഗാസനങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് ആ ഒരു ബാക്ക് മസിൽ സ്ട്രോങ് ആയവർക്ക് വളരെ സുഖമായിട്ട് ഈ ഒരു യോഗാസനത്തിലേക്ക് കടക്കാവുന്നതുമാണ്. അതേസമയം നന്നായി ഫോർവേഡ് ബെൻഡിങ് ചെയ്യാൻ കഴിയുന്നവർ, ബാക്ക് പെയിൻ അതുപോലെയുള്ള സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ലാത്തവർ എന്നിവർക്ക് നന്നായിട്ടുള്ള ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു ബോഡി റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു യോഗാസനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ബെനിഫിറ്റ് കൂടാതെ നമുക്ക് ഒരുപാട് എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി ഈ ഒരു യോഗാസനത്തിലുണ്ട്. നമുക്കറിയാം ഹെഡ് നന്നായി ഡൗൺവേർഡ് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പർ ബോഡിയിലേക്കുള്ള സർക്കുലേഷൻ, അതായത് നമ്മുടെ കണ്ണിലേക്ക്, ഫേസിലേക്ക്, നമ്മുടെ സ്കാൽപ്പിലേക്ക്, ബ്രെയിനിലേക്ക്, ഹാർട്ടിലേക്ക്, ഇവിടേക്കെല്ലാം സർക്കുലേഷൻ നമ്മൾ ഫോർവേഡ് ബെൻഡിങ് വരുമ്പോൾ ധാരാളമായി വരും. അതുകൊണ്ട് തന്നെ ഈ റീജിയനിലേക്കുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കുന്നതിന് ഈ ഒരു മൂവ്മെൻറ്റ് സഹായിക്കുന്നു. പക്ഷേ ഹൈ BP ഉള്ളവർ അല്ലെങ്കിൽ സ്ട്രോക്കിന് അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകൾ, നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവർ ഈ ഒരു യോഗാസനം അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളുള്ളവർക്കും വളരെ സുഖമായിട്ട് ഈ ഒരു യോഗാസനം അവരുടെ ഡെയിലി റൂട്ടീൻ എക്സസൈസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദിവസം 3 മുതൽ 5 തവണ വരെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരു തവണ ചെയ്യുമ്പോൾ അത് ഒരു റൗണ്ടാണ്. അത് 3 മുതൽ 5 തവണ വരെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ജാനു ശീർഷാസനത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഈ ഒരു ഫോർവേഡ് ബെൻഡിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം റൈറ്റ് ലെഗ് നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. നന്നായി റൈറ്റ് ലെഗ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. ലെഫ്റ്റ് ലെഗ് തുടയോട് ചേർത്ത് നന്നായി പതിച്ച് വയ്ക്കാം. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്താം. ആൻഡ് എക്സേൽ. നന്നായി കൈപ്പത്തികൾ ഫ്ലോറിൽ പതിച്ച് വയ്ക്കാം. ഫോർഹെഡ് ഫ്ലോറിൽ പതിക്കാം. നമ്മുടെ റൈറ്റ് ലെഗിൻ്റെ കാൽമുട്ട് അതുപോലെയുള്ള ഭാഗങ്ങൾ ഫ്ലോറിൽ നിന്നും ഉയരാതെ, അതായത് റൈറ്റ് ലെഗ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഓൺ ഫ്ലോർ എന്ന രീതിയിൽ പതിച്ചു വയ്ക്കാം. നോർമൽ ബ്രീത്തിങ്. Okay, then inhale up and exhale. Relax. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇത് റിപ്പീറ്റ് ചെയ്യാം. ലെഫ്റ്റ് ലെഗിന് നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. റൈറ്റ് കാൽപാദം തുടയോട് ചേർന്ന് പതിച്ചു വയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്താം. ആൻഡ് എക്സേൽ. കൈപ്പത്തികൾ ഫ്ലോറിൽ പതിച്ചു വയ്ക്കാം. ഫോർഹെഡ് ഓൺ ദ ഫ്ലോർ. ലെഫ്റ്റ് ലെഗ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഓൺ ഫ്ലോർ. നോർമൽ ബ്രീത്തിങ്. Inhale up your both hands. 2 കൈകളും നന്നായി ഉയർത്താം. ആൻഡ് എക്സേൽ. കൈകൾ സാധാരണ പൊസിഷനിലേക്ക്. ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ ജാനു ശീർഷാസനത്തിൽ ഇരുന്നു കൊണ്ട് വളരെ പതുക്കെ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ
ഫോർവേഡ് ബെൻഡിങ് കൈവരിക്കാവുന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നമുക്ക് ഫോർവേഡ് ബെൻഡിങ് തീർച്ചയായും കൈവരില്ല. അത് മന്ത്സ് ഓഫ് പ്രാക്ടീസ്, അതായത് മാസങ്ങളോളം നമ്മൾ തുടർച്ചയായ പ്രാക്ടീസ്, നമ്മുടെ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വളരെ സാവധാനം ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നാൽ വളരെ സുഖമായിട്ട്, എത്ര ഏജ്, നമുക്കൊരു ഏജ് ലിമിറ്റ് ഇതിനില്ല, എത്ര ഏജ് ഉള്ളവർക്കും വളരെ സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു യോഗാസനമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.